അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മിനി കിച്ചണിൽ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ചിക്കൻ, മൈദ, സോൾട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിനെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അത് ഞാൻ വെളുത്തുള്ളിൻ്റെ അതുപോലെ വലിയ ഉള്ളിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. അതേപോലെ തന്നെ പച്ചമുളകും ചെറുതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഇതിലൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, പച്ചമുളക് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അതിൽ നമ്മൾ മിനി കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ളത് ഉരൽ, അതുപോലെ അമ്മിക്കല്ല്, നെല്ല് കുത്തുന്നൊരു കല്ലുണ്ട്, പിന്നെ 2 പാനുണ്ട്, പിന്നെ കുറച്ച് സ്പൂൺസ് ഉണ്ട്, പിന്നെ കപ്പൻ സോസ്, അതുപോലെ കുറച്ച് ഒരു തൂക്കുപാത്രം, പിന്നെ ചപ്പാത്തി വരത്തുന്ന ഒരു കല്ല്, പിന്നെ അയാൻ്റെ കടായി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. പിന്നെ കട്ടിംഗ് ബോർഡ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഐറ്റംസ് ആണെങ്കിലും അതുപോലെ വുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണുള്ളത്. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിന് നമ്മൾ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. റോള് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടി മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഓയില്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എന്തായാലും റോളിന് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ചിക്കനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളക് അതുപോലെ ഉള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയും മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു പച്ചമണം മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതുപോലെ ഒന്ന് പിച്ചി കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്തായാലും റോളൊക്കെ ഇവിടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ റോള് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് പൊരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ റോളായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എന്തായാലും ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനി ചിക്കൻ റോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.